പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലോകപ്രശസ്തരായ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊന്നു തിന്നുകയും വരെ ചെയ്തു. കേൾക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന, ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന കോൺസ്പിറസി തിയറികളും യാഥാർത്ഥ്യവും ഇടകലർന്ന് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? പുറം ലോകത്തൊരു ബില്യനെയർ, ഫിനാൻഷ്യൽ ജീനിയസ്. എന്നാൽ ഇതിന്റെ എല്ലാം മറവിൽ ലൈംഗിക പീഡനവും മനുഷ്യക്കടത്തും ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു. വർഷങ്ങളോളം ഇയാളുടെ ചുറ്റുമുണ്ടായിരുന്നത് രാഷ്ട്രീയ നേതാക്കളും ബിസിനസ് ടൈക്കൂണുകളും രാജകുടുംബാംഗങ്ങളും ലോകപ്രശസ്ത സെലിബ്രിറ്റികളുമാണ്. 30 ലക്ഷത്തിലധികം വരുന്ന പേജുള്ള 20,000 വീഡിയോ ക്ലിപ്സ്, 1,80,000 ചിത്രങ്ങൾ ഉൾപ്പെടുന്ന എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അത്യധികം വിവാദപരമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഡോക്യുമെന്റ്സ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഈയടുത്ത് പുറത്തുവിട്ടതോടെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. ഇവിടെയാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന വാക്ക് ലോകശ്രദ്ധ നേടുന്നത്. ഇതൊരൊറ്റ ഫയലല്ല. കോടതിയിൽ സമർപ്പിച്ച രേഖകൾ, സാക്ഷിമൊഴികൾ, സ്വകാര്യ വിമാനങ്ങളുടെ യാത്രാ ലിസ്റ്റുകൾ, ഫോൺ കോൺടാക്റ്റുകൾ, ഇമെയിലുകൾ, രഹസ്യക്കുറിപ്പുകൾ എല്ലാം ചേർന്ന ഒരു ഭീമമായ രേഖാസമാഹാരം. ഓരോ ഡോക്യുമെന്റും തുറക്കുമ്പോൾ പുതിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ചില പേരുകൾ വെറും പരാമർശമായി മാത്രമാണ് കാണപ്പെടുന്നത്. എന്നാൽ ആ പരാമർശങ്ങൾ തന്നെ ലോകത്തെ നടുക്കാൻ പോരുന്നതാണ്. ട്രംപും മൈക്കൽ ജാക്സണും തുടങ്ങി ഇങ്ങു ഇന്ത്യയിൽ നരേന്ദ്രമോദിയും അനിൽ അംബാനിയും വരെ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപ്. ഏറ്റവും അധികം ആളുകൾ തിരയുന്നൊരു കാര്യമാണ് എപ്സ്റ്റീൻ ഐലൻഡ്. എപ്സ്റ്റീൻ ഐലൻഡ് എന്നറിയപ്പെടുന്നത് ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപാണ്. ഇത് കരീബിയൻ കടലിൽ US വെർജിൻ ഐലൻഡ്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ ദ്വീപാണ്. ഈ ദ്വീപ് ജെഫ്രി എപ്സ്റ്റീൻ 1990കളിൽ വാങ്ങിയതായിരുന്നു. ഈ ദ്വീപ് പുറം ലോകത്ത് അറിയപ്പെട്ടിരുന്നത് ഒരു ലക്സറി റിസോർട്ട് പോലുള്ള സ്വകാര്യ വിശ്രമ കേന്ദ്രം എന്ന നിലയിലായിരുന്നു. പക്ഷേ പിന്നീട് നടന്ന അന്വേഷണങ്ങളിലും പുറത്തുവന്ന സാക്ഷിമൊഴികളിലും ഈ ദ്വീപുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉയർന്നു. പല സാക്ഷികളും പറഞ്ഞത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ചൂഷണം ചെയ്തുവെന്നാണ്. ഇതിനെ തുടർന്ന് ദ്വീപിനെ ചില മാധ്യമങ്ങൾ പിഡോഫൈൽ ഐലൻഡ് എന്ന പേരിലും വിളിച്ചു. ഈ ദ്വീപിലേക്ക് സ്വകാര്യ വിമാനങ്ങളിലൂടെയും ബോട്ടുകളിലൂടെയും ആളുകളെ എത്തിച്ചതായി യാത്രാരേഖകൾ സൂചിപ്പിക്കുന്നു. എപ്സ്റ്റീൻ ഫയൽസ് എന്ന പേരിൽ പുറത്തുവന്ന രേഖകളിൽ ഈ ദ്വീപ് പ്രധാനമായും പരാമർശിക്കപ്പെടുന്നു. കാരണം ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നും പൂർണ്ണമായ സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല. വിർജിനിയ ജിയൂഫ്രെ 2009 ആദ്യമായി എപ്സ്റ്റീനെതിരെ പരാതിയുമായി മുന്നോട്ട് വരുന്നിടത്തുമാണ് കാര്യങ്ങളുടെ തുടക്കം. വിർജിനിയെ അവർ വർക്ക് ചെയ്തിരുന്ന സ്പായിൽ നിന്ന് എപ്സ്റ്റീനും എപ്സ്റ്റീന്റെ കാമുകി മാക്സ്വെല്ലും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളോളം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും പറയുന്നു. 2025 വിർജിനിയ ആത്മഹത്യ ചെയ്യുകയും അവരുടെ മരണത്തിന് ശേഷം പുറത്തുവന്ന അവരുടെ തന്നെ അനുഭവം കുറിപ്പുകളടങ്ങുന്ന ബുക്കായ നോബോഡീസ് ഗേൾ എന്ന 367 പേജുള്ള ബുക്കിൽ അവരനുഭവിച്ച പീഡനങ്ങൾ, പ്രൊട്ടസ്റ്റുകൾ എന്നിവയെക്കുറിച്ച് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ തന്നോടൊപ്പം ആ ദ്വീപിലുണ്ടായിരുന്നതായും രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായും അവർ ആ ബുക്കിൽ പറയുന്നു. തനിക്ക് ബോധം നഷ്ടപ്പെടുന്നതുവരെ അയാൾ ആവർത്തിച്ച് ശ്വാസം മുട്ടിച്ചു. ജീവന് വേണ്ടി പിടഞ്ഞപ്പോൾ അയാൾ സന്തോഷിച്ചു. നിർത്താൻ അപേക്ഷിച്ചപ്പോൾ അയാൾ കൂടുതൽ ശക്തനായി. പിന്നീട് അയാളുടെ അടുത്തേക്ക് തിരിച്ചയക്കരുതെന്ന കണ്ണീരോടെ എപ്സ്റ്റീനോട് അപേക്ഷിച്ചു. അവരുടെ ബുക്കിലെ ഏതാനും ചില വരികളാണിത്. തുടർച്ചയായുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പരാതികളും മീറ്റു ആരോപങ്ങൾക്കുമൊടുവിൽ എപ്സ്റ്റീൻ ജയിലഴിക്കുള്ളിലായി. തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് പുറത്തു കടക്കാൻ ശ്രമിച്ചുവെങ്കിലും 2019 എല്ലാം മാറിമറിഞ്ഞു. ജയിൽ സെല്ലിൽ ജെഫ്രി എപ്സ്റ്റീൻ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. ഔദ്യോഗിക വിശദീകരണം ആത്മഹത്യ എന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊപ്പം ഉയർന്ന സംശയങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല. പ്രവർത്തിക്കാത്ത ക്യാമറകൾ, ഉറങ്ങിപ്പോയ കാവൽക്കാർ, നിർണായക സമയത്തുണ്ടായ സുരക്ഷാ പാളിച്ചകൾ, ഇതെല്ലാം യാദൃച്ഛികതയാണോ? അല്ലെങ്കിൽ ഒരിക്കലും പുറത്തുവരരുതായിരുന്ന സത്യങ്ങൾ മൂടിവെക്കാനുള്ള അവസാന ശ്രമമോ എന്ന ചോദ്യം ഇന്നും തുറന്നു കിടക്കുന്നു.